ജീവിക്കാൻ എന്തിനാ കൊറേ പൈസ? ഞാനങ്ങനെ പണിയെടുത്തിട്ടാ ജീവിക്കണേ. ഈ പണിയെടുക്കാതെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലേ അണ്ണാക്കിൽ മാറാലും കിട്ടൂല. എനിക്ക് തിന്നും കുടിച്ചൊന്നും വേണ്ടേ. വള്ളിറങ്ങിയ കാര്യത്തിലാണെങ്കിൽ എത്രങ്ങാനും വൈകളുണ്ട്. വള്ളിറക്കാന് എന്ത് വയ്യ പറ്റി ഉദ്ദേശിക്കുന്നുണ്ട്? ഉച്ചക്ക് നക്കാനുണ്ടെങ്കിൽ നമ്മള് ചുറ്റുവട്ടത്തിൽ എവിടെങ്ങാനും ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നുണ്ടോ നോക്കിയാൽ മതി. എന്നിപ്പോ ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ പോകുമെന്തോ? ഓഡിറ്റോറിയം ഇല്ലാത്ത ദിവസേ വേറെ ഐഡിയ ഉണ്ടേ. നമ്മളെ നാട്ടിലെ കണ്ടിച്ച് ഹോട്ടലിന്റെ മുന്നിൽ ഒരു ബോർഡ് ചെയ്തിച്ചിന്. എന്ത് ബോർഡ്? പൈസ ഇല്ലാത്തവര് ഭക്ഷണം കഴിക്കരുത്. അത് അങ്ങനെയല്ല മോയിന്റെ. പൈസ ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നാണ്. എന്റെ പള്ളിയില് ഓരോ ബുദ്ധി കേട്ടോ. പള്ളിയിൽ ബുദ്ധി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എന്റെ തലയിൽ വല്ല ബുദ്ധി ഉണ്ടെങ്കിലേ എനിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യം ഉണ്ട്. അത് ഉണ്ടാക്കാനുള്ള വല്ല മാർഗം പറഞ്ഞു. ഇത് ഇന്റെ മാതിരി അല്ലല്ലേ, ഇത് പോക്കറ്റിക്കാണ് ആക്കണ ആവശ്യമല്ലേ. ഇങ്ങനത്തെ കേറാൻ വേണ്ടി പരിപാടിക്കൊക്കെ ആ തരികിട വാസുവിന് തന്നെ പറ്റുള്ളൂ. തരികിട ഈ തരികിട തരികിട വാസുവിനൊന്നും വിളിച്ചോക്കെ. ആ നോക്കട്ടെ. വാസു എടുത്തിട്ടില്ലേ? ആ വാസു വേണം വാ, ഈ ചീനിന്റെ ചോടിക്കുന്നു വാ. ആ വന്നല്ലോ തരികിട വാസു. എന്തിനാണ് തരപ്പായി വിളിച്ചതിന്റെ? തോരപ്പനാണ് വിളിച്ചെങ്കിലും ഈ ഏരപ്പനാണ് ആവശ്യം. എന്നാ എരപ്പം പറയേ. എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്. പണിക്കൊന്നും പോയിട്ട് ഞാൻ ആയി കിട്ടും തോന്നില്ല. അപ്പൊ ഈ തോരപ്പനോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു തരികിട വാസുവിന്റെ അടുത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുന്നു, എന്തെങ്കിലും വല്ല ഇതുണ്ട് എന്റെ അടുത്ത്. അതിന് എനിക്ക് എത്ര വേണ്ടത്? എനിക്കൊരു 50,000 റുപ്യന്റെ ആവശ്യമുണ്ട്. 50,000 റുപ്യ ചീട കേസ്. നിങ്ങൾക്ക് 50,000 റുപ്യ ചീട് കേസാവും. എങ്ങനെ ഈ തരികിട കാട്ടിയ പൈസ ഉണ്ടാക്കി കൊടുക്കും? അന്റെ അടുത്ത് ആധാർ ഉണ്ടോ? ആധാറൊക്കെ എന്റെ അടുത്തുണ്ട്. എന്തിനാ? ഉണ്ടെങ്കിൽ ബാ, അതിനോട് പൈസ ഉണ്ടാക്കി തരാനുള്ള വജി ഞാൻ കാണിച്ചു തരാം. ഞാനെന്താ കാട്ടണേ? ഇജ് തുറപ്പനല്ലേ, ഇജ് തുറന്നാട് അവിടെ ഇരുന്നോ, ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ നിങ്ങള് ചക്കരി വാങ്ങിയില്ലല്ലേ? സംഗതി ഇപ്പൊ 5 പൈസ കൊടുക്കാതെ ഫോണൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് ഫോണിനല്ലല്ലോ ആവശ്യം, എനിക്ക് പൈസക്കല്ല ആവശ്യം. ഇജ് ഇങ്ങോട്ട് ബാ, അനക്ക് ഞാൻ പൈസ ഞാൻ ശരിയാക്കി തരാം. എനിക്ക് പൈസ അല്ല വേണ്ടത്. സംഗതി ഇനിയിപ്പോ എന്താ ഞാൻ എന്റെ പരിപാടി എങ്ങനെയാണ് ഇനിയിപ്പോ? ഇജ് ബാ, അനക്ക് ഞാൻ പൈസ അല്ല വേണ്ടത്. കുടുംബനൊന്ന് വിളിച്ചു നോക്കട്ടെ. കുടുംബ ഇജെവിടെ? ഞാനിവിടെ ഈ അങ്ങാടിയില് മരത്തിന്റെ തൊട്ടുണ്ട്. ഇജൊന്ന് ഇങ്ങോട്ട് വാ, കുറച്ച് പൈസ എടുത്തട്ടാ കഴിക്കാ. ആ ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. കുടുംബനോട് വരട്ടെ. കുടുംബം പിന്നെ വരവ് കണ്ടോ? തരികിടാ ഞാൻ എന്താ വേണ്ടി? ഇവന് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്. ഇത് EMI എടുത്ത ഫോണാണ്. അപ്പൊ ഈ എന്തായത് എടുത്തുകാണ് അതിന് കുറച്ച് പൈസ തരാ. ഇതിപ്പോ ഇതിന് എത്ര റുപ്യ കൊടുത്തു? ഞാന് ഇതിന് 58,000 EMI എടുത്താ. എനിക്കിപ്പോ ഇതിമെന്ന് എന്തെങ്കിലും കിട്ടണ്ടേ? ഞാൻ ഒരു 52 റുപ്യ വരും. 52,000 52,000 പൈസയൊക്കെ അർജന്റ് ഉള്ളതുകൊണ്ടാ. എന്നാ അതൊന്ന് പിടിച്ചാ. എന്തിയാ വേണ്ടേ? പൈസ എടുക്കട്ടെ, പൈസ അറിയില്ലല്ലേ. ഇത് എത്ര ഉണ്ട്? അത് 52 ഉണ്ട്. അല്ല ഇതിപ്പോ 50 52 അതൊരു 50 കെട്ടാണേ. 2,000 വേറെ തരാം, അർജന്റ് കൂട്ടല്ലേ. 52 ആയില്ലേ? ഇതാ എന്റെ പൈസന്റെ പ്രശ്നം തീർന്നില്ലേ? പൈസന്റെ പ്രശ്നമൊക്കെ തീർന്നു. ഈ നാട്ടിൽ ഈ രാജ്യത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ല ഞാൻ ഇപ്പൊ നിക്കണ പോണോ? നിങ്ങള് നിക്കണ്ട പോയിക്കോളെ. അല്ല വല്ല ചായ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ളൊക്കെ പൈമന്ന് കിട്ടൂലേ? എനക്ക് എത്ര പൈസ വേണ്ടേ? എനിക്കൊരു 50,000 ആവശ്യം ചങ്ങായി ഉണ്ടായിട്ട്. ആ ഒരു 2,000 റുപ്യ തീർച്ചയൊക്കെ ഉണ്ട്. അതിപ്പോ ഞാനും കൊണ്ട് എടുക്കാട്ടോ. ഞമ്മക്കും വേണ്ടപ്പോ എന്തെങ്കിലും കമ്മീഷൻ